ദൈവത്തിൻ്റെ പുണ്യത്തിരുനാമം നല്ല വേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിൽ ഉപോഷരായിരിക്കുന്ന ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ, ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആദരണീയരായ ദൈവമക്കൾ, ലോകത്തിലാകമാനം മീഡിയയിൽ കൂടി ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും ഒരു ദിനം കൂടി ലോകൈക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവെഴുത്തും മാറ്റമില്ലാത്ത വചനവുമായി ഒരു പകലിൽ കൂടി വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ സർവ്വകൃപാലുവായ ദൈവം ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലും ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത്തരുണത്തിൽ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും അന്ത്യകാല സംഭവങ്ങളുമെന്ന തുടർ പ്രഭാഷണ പരമ്പരകളിലേക്ക് എല്ലാ മക്കളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാഷണങ്ങളുടെ പിൻപിലായിരിക്കുന്ന ലവ് ആർമി ക്രൂസൈഡ് തിരുവനന്തപുരം, അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ഡോക്ടർ വിൽസൺ, അദ്ദേഹത്തിൻ്റെ കൂടൊപ്പമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ പകലിലും ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മീഡിയ കൈകാര്യം ചെയ്യുന്ന കർത്താവിൽ ഞങ്ങളുടെ അനുഗ്രഹീത സഹോദരന്മാർ, കർത്താവിൻ്റെ ദാസന്മാരായിരിക്കുന്ന എബി, അതുപോലെ എബിൻ, നോബിൾ, അപ്പോൾ തന്നെ ഇതിൻ്റെ മീഡിയ എല്ലാം കൈകാര്യം ചെയ്യും, വാക്യങ്ങളിൽ കൂടി ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവിൽ അനുഗ്രഹീത ഭൃത്യൻ ജോസഫ് ബ്രദർ, എല്ലാവരെയും ഓർക്കുന്നത് ദൈവം എല്ലാ മക്കളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വേളയിൽ ഇന്ന് പകലിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണമായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാഷണമായിരിക്കും ഈ പ്രഭാതത്തിൽ നാം കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബൈബിളും ശാസ്ത്രവും എന്ന വിഷയത്തെ പറ്റിയായിരിക്കും. 2020 നമ്മുടെ മുൻപിൽ അവസാനിച്ചു. 2021 അവസാന മാസങ്ങളിലേക്ക്, ഏകദേശ ദിനങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യാത്ത ഒരു ദിനങ്ങളിലേക്ക് കണ്ടുവരിക്കുന്നു. അമേരിക്കയിൽ ചരിത്രത്തിലാദ്യമായി ന്യൂയോർക്കിനെ മുഴുവൻ വെള്ളത്തിൽ കൂടി പിടിച്ചുകൊണ്ട് വെള്ളം ന്യൂയോർക്കിനെ വിഴുങ്ങുന്ന കാഴ്ച നാം കാണുന്നു. തൊട്ടടുത്ത മെക്സിക്കോയിലെ ഭൂകമ്പവുമെല്ലാം നാം കണ്ടു കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് തന്നെ ഇറ്റലിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വർഷത്തിൽ പെയ്യേണ്ട മഴ ഒരു ദിവസം കൊണ്ട് പെയ്തു കഴിഞ്ഞു. തൊട്ടപ്പുറത്തുമായി UK കോവിഡ് വന്നതിന് ശേഷം അനേകം പേരുടെ ജോലി നഷ്ടപ്പെട്ടു. ഏകദേശം 1,44,000 പേർക്ക് വേക്കൻസി വേണ്ട ബ്രിട്ടൻ എന്ന രാഷ്ട്രം മുൻപോട്ട് പോകുന്നു. അതുമാത്രമല്ല, ബ്രിട്ടനിലെ പെട്രോൾ പമ്പുകളിൽ പെട്രോൾ പോലും കിട്ടാതെ ഹെവി ഡ്രൈവർമാർക്ക് വേണ്ടി ബ്രിട്ടൻ നിൽക്കുന്ന കാഴ്ച. ഫ്രാൻസ് ഒരു പ്രത്യേക മതവിഭാഗം പിടിമുറുക്കുന്നത് കണ്ട് അവർക്ക് എമിഗ്രേഷൻ കട്ട് ചെയ്യുന്ന കാലം. ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ സാമ്പത്തികത്തിൻ്റെ അസ്തുരത്തിൽ ഊഞ്ഞാലിൽ ആടുന്നത് പോലെ സാമ്പത്തികമായ അസ്തിത്വത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്ത് ചൈന എന്ന് പറയുന്ന രാഷ്ട്രം ലോക രാജ്യങ്ങളെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ സബ്മറൈനെ കടലിൽ വെച്ച് തകർത്തത് ചൈന എന്ന് പറഞ്ഞുകൊണ്ട് ലോകം രണ്ട് ചേരിയിലേക്ക് ചെയ്യുന്നു. ചൈന തൊട്ടടുത്ത തൈവാനെ കയറി പിടിക്കുവാൻ ശ്രമിക്കുന്നു. സുന്ദരമായ തൈവാനും ബിസിനസ്സിലേക്ക് കടക്കുന്ന തൈവാനെ ചൈന കടന്നു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയുമെല്ലാം അങ്ങനെ തൈവാന് നേരെ ഒരു നീക്കമുണ്ടായിക്കഴിഞ്ഞാൽ ചൈനയെ ആക്രമിക്കുവാൻ ഈ രാഷ്ട്രങ്ങൾ മുൻപോട്ട് വരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ പോലും ഒരു അസ്ഥിരമായ ഭരണത്തിൻ്റെ മുൻപിലേക്ക് നീങ്ങുന്നു. അഫ്ഗാനിൽ താലിബാൻ എന്ന് പറയുന്ന ഭരണകൂടം അവിടുത്തെ ഭരണത്തെ കൈയടക്കി കഴിച്ചുകൊണ്ട് ഇന്ന് മുസ്ലിം സമുദായം രണ്ട് ചേരിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ പള്ളികളിൽ ബോംബ് പൊട്ടുന്നു. സ്വസ്ഥതയില്ലാത്ത പട്ടണങ്ങളായി മാറിക്കഴിഞ്ഞു. നാം പാർക്കുന്ന ഇന്ത്യ നമ്മൾക്കെല്ലാം കാണുന്നുണ്ടല്ലോ. കർഷക സമരം ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഭരണകൂടങ്ങൾക്ക് സ്വസ്ഥതയില്ലാത്തൊരു കാലമായി ഇന്ത്യ വരുന്നു. അതിപ്രധാനമായൊരു കാര്യം, ഭരണകൂടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇത്തരുണത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. കോവിഡിൻ്റെ പാൻഡമിക് സിറ്റുവേഷൻ ലോകത്ത് നിന്ന് മാറാതെ ഇരിക്കുന്നു. അതിനുശേഷം അനവധി രോഗങ്ങൾ വരുമെന്ന് ലോക സയൻസും മറ്റു കാര്യങ്ങളുമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് ലോകത്തൊരുത്തർക്കും സ്വസ്ഥതയില്ലാതിരിക്കുന്നു. സമാധാനമില്ലാത്ത ഭരണകൂടം, സമാധാനമില്ലാത്ത പട്ടണങ്ങൾ, മാരക വ്യാധികൾ പെരുകുന്നു. പ്രപഞ്ചത്തിൻ്റെതായ നിവർത്തിക്കുള്ളിൽ മനുഷ്യൻ ഒരു കഴുകനെ പോലെ ഇര തേടി ആകാശത്തിൻ്റെ മണ്ഡലങ്ങളേക്ക് പറന്നുയരുന്ന ടെക്നോളജിയൊക്കെ കാണുമ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു, മേലാൽ എന്ത് സംഭവിക്കുക. ഇന്ന് പകലിലും രാത്രിയുടെ നിറവിലും ഈ പ്രക്ഷേപണ മീഡിയയിൽ കൂടി കാണുമ്പോൾ ഇതെല്ലാം കണ്ണിന് മുൻപിൽ കാണുന്ന ദൈവ കുഞ്ഞുങ്ങൾ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് അവരുടെ പ്രാർത്ഥനാ മുറികളിൽ ഇരുന്ന് പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുക. കാന്തൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരുവാൻ കാലമായി. അതിനെ അടിസ്ഥാനപ്പെടുത്തി ബൈബിളും പ്രവചനവും ശാസ്ത്രീയവും ബൈബിളും സയൻസും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി നാം യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ പറ്റി ചിന്തിക്കുക. വായിക്കുന്നു വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവചനം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 9. വിശുദ്ധ വെളിപ്പാട് 1-ാം അധ്യായം 19-ാമത്തെ വാക്യം.
നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും മേലാൽ സംഭവിപ്പാനുള്ളതും എൻ്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രം അഥവാ വരാനിരിക്കുന്ന കാലഘട്ടത്തെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. 3 ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. 1-ാം ഘട്ടം നീ കണ്ടത്, 2-ാം ഘട്ടം ഇപ്പോൾ ഉള്ളത്, 3-ാം ഘട്ടം മേലാൽ സംഭവിപ്പാനുള്ളത്. ഭാവിയിൽ എന്ത് സംഭവിക്കും? എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. മഹത്വവാനായ ദൈവം ഇന്ന് പകലും നമ്മളെ കാക്കുന്നതിന് സ്തോത്രം. 2021 തുടങ്ങിയ അനവധി ആപത്തുകളും അനർത്ഥങ്ങളുമല്ല നമ്മുടെ കുടുംബത്തിനകത്തും പട്ടണത്തിനകത്തും വേഗത്തിലുള്ള മരണങ്ങളുമെല്ലാം കുഞ്ഞുങ്ങളെ മാടി വിളിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് പ്രത്യാശയുടെ ദൈവവചനത്തെ മുറുകെ പിടിക്കുന്ന തൻ്റെ മക്കളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറച്ചതുപോലെ മഹത്വവാനായ ദൈവം നമ്മളെ മറച്ചതിനായി ഇന്ന് പകല് നമുക്ക് ദൈവത്തെ സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന മഹത്വവാനായ ദൈവം, നമ്മുടെ പ്രാർത്ഥനയിൽ പ്രസാദിക്കുന്ന ദൈവം, നമ്മുടെ കണ്ണുനീരിന് മറുപടി തരുന്ന ദൈവം, മനുഷ്യൻ പുറമേ ഉള്ളത് കാണുമ്പോൾ അകത്തളങ്ങളെ കണ്ടു വിടുതൽ തരുന്ന മഹത്വവാനായ ദൈവത്തിൻ്റെ കര ഈ സന്ദേശത്തിൽ ചലിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കരുണാമയനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു ദിനം കൂടി അപ്പച്ചൻ്റെ പാദപീഠത്തിലേക്ക് വന്ന് സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി കർത്താവെ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം തന്ന കരുണയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അങ്ങ് പറഞ്ഞ വചനം ഞങ്ങൾ ഇന്ന് പകലിലും ഉൾക്കൊള്ളുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെങ്കിൽ ഈ അന്ത്യകാല പ്രഭാഷണം കേൾക്കുന്ന ഏത് കുഞ്ഞുങ്ങളെ ഏത് ഭാരമേറിയ വിഷയത്തിനകത്ത് പ്രവർത്തിക്കുവാൻ കരുത്തുറ്റ നല്ലവനായ യേശുവിൻ്റെ കരം ഇതിനു വേണ്ടി ചലിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ പ്രക്ഷേപണത്തിനകത്ത് ലോകരാഷ്ട്രങ്ങളിൽ ഒരുപക്ഷെ ലൈവിനകത്ത് മീഡിയയിൽ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും മഹത്വവാനായ ദൈവം അവൻ്റെ മഹിമയ്ക്കൊത്തവണ്ണം അവൻ്റെ കരുണയുടെ കരം നീട്ടി അനുഗ്രഹിക്കുന്ന ദിനങ്ങളായി മാറട്ടെ. കർത്താവെ, ഈ പ്രക്ഷേപണം എവിടെങ്കിലും എത്തുന്നു അവിടെയെല്ലാം ഒരാത്മാവിൻ്റെ ചലനമുണ്ടാകട്ടെ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന വചനത്തിന്റെ നിവൃത്തിയായി മതിൽക്കെട്ടുകളെയും വേലിക്കെട്ടുകളെയും തകർത്തുകൊണ്ട് വരാനിരിക്കുന്ന നിത്യതയെ പറ്റി ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാനുള്ള കരുണയും കൃപയും നിന്റെ മക്കൾക്ക് സ്വർഗത്തിലെ ദൈവം പ്രൊവൈഡ് ചെയ്യണമേ. ഇത് കാണുന്ന എല്ലാ കുടുംബങ്ങളും, ഇത് പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ മീഡിയകളും, ഇത് ഷെയർ ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളും, ലൈവിൽ ഇതിൽ ഞങ്ങളുടെ കൂടെ ഇന്ന് പകലായിരിക്കുന്ന മക്കൾ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു ദിനം കൂടി അപ്പച്ച ഈ കോവിഡിന്റെ പാൻഡമിക്കിലും അടിയൻ അങ്ങയുടെ കരത്തിലായിരിക്കുന്നു. മഹത്വവാനായ ദൈവമേ, അങ്ങയുടെ ജീവന്റെ വചനത്തിലെ മൊഴികൾ ഇന്ന് പകൽ ശാസ്ത്രവും സയൻസും എന്ന വിഷയത്തിൽ കൂടി പ്രതിപാദിപ്പാൻ എളിയവനെ അങ്ങ് ബലപ്പെടുത്തണം. അടിയന്റെ പഠനം വേണ്ട, അടിയന്റെ യോഗ്യതയൊന്നും വേണ്ട. കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിൻ്റെ നാമം, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമം, വരാനിരിക്കുന്ന നിത്യതയിൽ കവാടങ്ങൾ തുറന്നുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കുവാൻ വരുന്ന കാന്തന്റെ മുഖം കാണുവാൻ ഈ സന്ദേശ പരമ്പരകൾ മുഖാന്തരമാകട്ടെ. ഇതിന്റെ പിൻപിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങയുടെ കരം നീട്ടി അനുഗ്രഹിക്കണം. ആദ്യോടന്ത തിരുസാന്നിധ്യം മറയ്ക്കും, വിടുതലോടെ മടക്കേക്കും. എല്ലാ നല്ല ദാനങ്ങൾക്കുമായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. പ്രാർത്ഥന അങ്ങ് മാനിച്ചതിനായി തുടർന്നും മാനിക്കും. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ, ആമേൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗമാ നാം വായിച്ചത്. വിശുദ്ധ വെളിപ്പാട് പുസ്തകം AD 68 കാലഘട്ടത്തിൽ അനുഗ്രഹിക്കപ്പെട്ട രക്ഷാസുവിശേഷകനായ യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസിൻ്റെ കാരാഗ്രഹത്തിലേക്ക് കാരാഗ്രഹവാസത്തിന് വേണ്ടി ഗ്രേറ്റ് ഡൊമേഷൻ അഥവാ റോമിൻ്റെ കൈസറായ ഡൊമേഷൻ അയക്കുമ്പോൾ അവന് സ്വർഗം കൊടുക്കുന്ന സ്വർഗീയ ദർശനമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. അതിനകത്ത് 3 തലങ്ങളാ ദൈവത്തിൻ്റെ ദാസൻ വായിച്ചത്. ഒന്നേ, നീ കണ്ടത് പത്മോസിൻ്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭകളോട് മേലാൽ സംഭവിപ്പാനുള്ളത്. ഈ 3 കാര്യങ്ങളുടെ തലങ്ങളാ നാം ഈ പ്രഭാഷണ പരമ്പരകളിൽ തൊട്ടുവെക്കുന്നത്. ഒന്ന്, നീ കണ്ടത്. 2, ഇപ്പോൾ ഉള്ളത്. മേലാൽ സംഭവിപ്പാനുള്ളത്. നമ്മുടെ കൈകളിലിരിക്കുന്ന വിശുദ്ധ തിരുവചനം എല്ലാ പ്രഭാഷണങ്ങളിലും നാം ഉത്ബോധിപ്പിക്കാറുണ്ട്. അനന്ത നിത്യതയിലേക്ക് പോകുന്ന മനുഷ്യ മനസ്സിനെ മാറ്റുവാൻ, ദൈവത്തോടടുപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം
തൻ്റെ പുത്രനിൽ കൂടി കൊടുത്ത ദിവ്യകരമായ രക്ഷാമാർഗത്തെ വിളിച്ചറിയിക്കുന്ന ട്രാവൽ ഗൈഡ് വിശുദ്ധ തിരുവെഴുത്ത്. മഹാസമുദ്രത്തിലോളം ആഴമേറിയ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ലോകരാജ്യങ്ങളിൽ പലരും ഇതിനെ പുറകോട്ട് വലിച്ചു നടക്കുമ്പോൾ, അറിവിൻ്റെ ഉന്നതങ്ങളിലേക്ക് മനുഷ്യൻ നടക്കുമ്പോൾ ഈ ബൈബിളിൻ്റെ പ്രാധാന്യം ഏറ്റവും നല്ലതാണ്. കണ്ടോ? അങ്ങനെയെങ്കിൽ വിശുദ്ധ വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകം, പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകം, ദാനിയേൽ പ്രവചനം, തുടർ പ്രഭാഷണങ്ങളിൽ നാമും അത് ശ്രദ്ധിക്കുന്നതായിരിക്കും. കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യകുലത്തിലെ മാനവതയിൽ നിന്നപ്പുറത്ത് ആത്മീയ തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഭക്തന്മാരിൽ കൂടി കൊടുത്തത് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഏടുകൾ. എല്ലാ മനുഷ്യനുമുള്ള ഒരു ആകാംക്ഷ ഇതേയുള്ള, നാളെ എന്ത് സംഭവിക്കും? ബിസിനസ്സുകാർ നോക്കുന്നു, നാളെ ഞങ്ങൾക്ക് എന്ത് കിട്ടും? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നോക്കുന്നു, നാളെ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ദൈവത്തിൻ്റെ ദാസന്മാർ നോക്കുന്നു, നാളെ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ബട്ടൺ അമർത്തിയാൽ 200-ൽ പരം പ്രാവശ്യം ഭൂമിയെ തച്ചു തകർക്കാനായി ആണവായുധങ്ങൾ ലോകരാജ്യങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്നു. ഒരു സ്ഥലത്ത് ശാസ്ത്രം അതിൻ്റെ ഉന്നത വിദ്യകളിലേക്ക് കടക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനസ്സിലാക്കേണ്ട ഏറ്റവും നിർണായകമായ ഒരു കാര്യമുണ്ട്. എന്താ ഏറ്റവും നിർണായകമായ കാര്യം? അനന്ത നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന മാനവകുലത്തിനെ തകർക്കുവാൻ പിശാച് ഏത് സമയവും കച്ചകെട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്തിനെ പറ്റി നാം പ്രതിപാദിക്കുമ്പോൾ ബൈബിളിൽ ഏകദേശം 8,000-ഓളം വാഗ്ദത്തങ്ങൾ ദൈവജനത്തിന് വേണ്ടിയുണ്ട്. 1000-ഓളം പ്രവചനങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻപുള്ള പ്രഭാഷണങ്ങൾ ഞാൻ രേഖപ്പെടുത്തി. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി 54-ൽ പരം പ്രവചനങ്ങൾ ജനനത്തിന് അടിസ്ഥാനമായി രേഖപ്പെടുത്തി. കണ്ടോ? നിത്യതയുടെ കവാടത്തിലേക്ക് എത്തിക്കുവാൻ ബൈബിളിൻ്റെ അന്ത്യകാല സന്ദേശങ്ങൾ നമുക്കേവർക്കും ഉതകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സന്ദേശത്തിലേക്ക് കടക്കാൻ നമുക്കേവർക്കും അറിയാം. BC 1600 മുതൽ BC 1500 മുതൽ BC 100 വരെയുള്ള AD 100 വരെയുള്ള ഏകദേശം AD 1500 മുതൽ BC 100 വരെയുള്ള 1600 വർഷങ്ങളിൽ വിവിധ എഴുത്തുകാരാൽ എഴുതപ്പെട്ടത് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന തിരുവെഴുത്ത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, രാജാക്കന്മാർ എഴുതിയിട്ടുണ്ട്, പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്, മുക്കുവന്മാർ എഴുതിയിട്ടുണ്ട്, ആട്ടിടയന്മാർ എഴുതിയിട്ടുണ്ട്, വൈദ്യന്മാർ എഴുതിയിട്ടുണ്ട്. തങ്ങളിൽ കാണാത്ത വ്യത്യസ്ത മേഖലയിൽ 1600 കൊല്ലത്തിൻ്റെ നിവർത്തിക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം എഴുതിയതാ വിശുദ്ധ ബൈബിൾ. ബൈബിൾ ഒരു പ്രത്യേക മതത്തിൻ്റെ ഗ്രന്ഥമല്ല. പലരും പറയും ബൈബിൾ ക്രൈസ്തവൻ്റെ ഗ്രന്ഥമല്ല. നിത്യത നഷ്ടപ്പെട്ട പാപത്തിലേക്ക് വഴുതിപ്പോയ മനുഷ്യനെ തൻ്റെ സൃഷ്ടാവിലേക്ക് അടുപ്പിക്കുന്ന തിരുവചനത്തിൻ്റെ ഏടുകളാ വിശുദ്ധ ബൈബിൾ. ആരെങ്കിലും ഈ പ്രഭാഷണത്തിൽ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, യേശു എന്ന ലോകത്തിൻ്റെ രക്ഷിതാവ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ അടുപ്പിക്കുവാൻ വേണ്ടി കൊടുത്ത കാൽപ്പനികമായ ഉപദേശങ്ങളാ വിശുദ്ധ തിരുവെഴുത്ത്. അതിനകത്ത് എല്ലാ മനുഷ്യരും പറയും ക്രൈസ്തവരുടേതാ. തെറ്റാ മക്കളെ, ആഗോളമുള്ള യേശുവാര ലോകത്തിൻ്റെ രക്ഷിതാവ്. അങ്ങനെയെങ്കിൽ ആഗോള വ്യാപകമായി സകല മനുഷ്യനെയും നിത്യതയിലേക്ക് അടുപ്പിക്കുവാനാ ഈ വിശുദ്ധ തിരുവചനത്തെ പറ്റി പഠിപ്പിക്കുന്നത്. 1600 സംവത്സരങ്ങൾ BC AD 1500 തുടങ്ങി BC 100 വരെ ഏകദേശം 40-ൽ പരം എഴുത്തുകാർ വ്യത്യസ്ത കാലാവസ്ഥയിലിരുന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത കൃപയാൽ എഴുതി കൊടുത്ത തിരുവചനത്തിൻ്റെ സൂക്തങ്ങളാ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. നാം തുടങ്ങുന്നത് വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ കൂടാ. അങ്ങനെയെങ്കിൽ ഈ ബൈബിളിനകത്ത് തിരുവചനം മാത്രമേ ഉള്ളൂ. പലരും ഇങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്, ബൈബിൾ ചിലരുടെ ഉപജീവന മാർഗമാ, ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടിയ ബൈബിൾ എടുക്കുന്നേ. ഇല്ല, ബൈബിളും സയൻസുമായിട്ട് ഏറ്റവും അധികം ബന്ധമുണ്ട്. എന്താ ബൈബിളും സയൻസുമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ഇന്ന് ലോകാരംഭം മുതൽ ഏറ്റവും വലിയ സംഭവങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ബൈബിളിൻ്റെ പ്രാധാന്യത എന്ത്? ഇന്നത്തെ വിഷയത്തിൽ കൂടി നാം 1.5 മണിക്കൂറോളം ചിന്തിക്കുന്നത് ബൈബിളും സയൻസുമായിട്ടുള്ള ബന്ധം. ബൈബിളിന് ശാസ്ത്രവുമായിട്ട് ഏതെങ്കിലും ബന്ധമുണ്ടോ? 10ഓളം വാക്യങ്ങൾ ബൈബിളും ശാസ്ത്രവുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ബൈബിളിനകത്ത് ആധികാരികമായിട്ട് എന്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ? ഈ ലോകത്തെപ്പറ്റി, പ്രപഞ്ചത്തെപ്പറ്റി, മനുഷ്യൻ്റെ മരണത്തെപ്പറ്റിയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ബൈബിൾ. ഉൽപ്പത്തി തുടങ്ങുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ
പരിവർത്തനം അവസാനിക്കുമ്പോൾ, ഈ ബൈബിൾ അവസാനിക്കുമ്പോൾ, വിശുദ്ധ വെളിപ്പാട് 21:2 വരുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും മാഞ്ഞുപോയി. കണ്ടില്ലയോ? അങ്ങനെയെങ്കിൽ ഈ മാറിപ്പോകുന്ന ലോകത്തിൻ്റെ, ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ അധീനതയ്ക്കകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാണ്ട് ഒരു കാര്യമുണ്ട്. ബൈബിളിലെ സനാതന സത്യങ്ങൾ നമ്മുടെ മുൻപിൽ മാറുന്നില്ല. ഇന്ന് ആധുനിക മീഡിയ പലരും പല കാര്യങ്ങൾ പറയുമ്പോൾ പലരും പറയും മതത്തിൻ്റെ വഴി, ശാസ്ത്രത്തിൻ്റെ വഴി. ഈ മീഡിയയിൽ കൂടി പലരുമെല്ലാം ഇന്ന് നിരീശ്വരവാദം പഠിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ തന്ന ഒരു പ്രേരണയുടെ നിവൃത്തിയായ ബൈബിളും ശാസ്ത്രവും എന്ന ഈ ഭാഗം നാം മനസ്സിലാക്കേണ്ടത്. എന്താ ഏറ്റവും നല്ല ബൈബിളിലെ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ യഹൂദനിൽ നിന്ന് വന്നു. എന്താ യഹൂദനിൽ നിന്ന് വന്ന്? നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ ഉപദേഷ്ടാവായിരുന്ന കാറൽ മാർക്സ്, അവൻ ഒരു യഹൂദനായിരുന്നു. ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളിൽ ഏകദേശം 100 കണ്ടുപിടുത്തമുണ്ടെങ്കിൽ 20-ൽ പരം കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് യഹൂദനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവന് സയൻസിനെ പറ്റിയുള്ള എല്ലാ ഗുരുത്വാകർഷണ സിദ്ധാന്തം കാറൽ മാർക്സ് കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ പോളിയോ വാക്സിൻ കണ്ടുപിടിക്കുന്ന ജോൺ ലിറ്റിൽ വാക്സ്, ഇവരെല്ലാം യഹൂദന്മാരായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത, ബൈബിളിനോടൊപ്പം തന്നെ യഹൂദൻ്റെ ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു, തൽമൂദ്. അതിനകത്ത് മിക്കവാറും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം പഴയ നിയമം പഠിക്കുന്നവരാ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, സകല മാന്യതയും മഹത്വവും നിന്റെ കുലത്തിന് തരും. അതുകൊണ്ട് ഈ യഹൂദന സ്വർഗത്തിൽ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചത്. അബ്രഹാമിനോട് കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ നിന്ന് തേജോമയനായ ദൈവം അവനെ വിളിച്ചുകൊണ്ടുവരുമ്പോൾ, ഉൽപ്പത്തി 12 നാം പഠിക്കുമ്പോൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറയുന്നത് പോലെ സകല മാനവും മഹത്വവും അബ്രഹാമിൻ്റെ തലമുറകൾക്ക്. കാറൽ മാർക്സ് യഹൂദൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ യഹൂദൻ, ജോൺ മില്ലർ യഹൂദൻ, ഇങ്ങനെ സകലരും കണ്ടുപിടുത്തങ്ങളുടെ പിൻപിൽ യഹൂദന. അങ്ങനെയെങ്കിൽ നാം ശ്രദ്ധിക്കാം, ബൈബിളിനകത്ത് സയൻസുമായിട്ട് ബന്ധമുണ്ടോ? 10ഓളം കണ്ടുപിടുത്തങ്ങൾ, നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിക്കാനുള്ളത്, ഈ സംഭവങ്ങൾ മുഴുവൻ നാം അക്കമിട്ട് നിരത്തുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഏകദേശം 10ഓളം കണ്ടുപിടുത്തങ്ങൾ മാത്രം ബൈബിളിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി ദൈവനാമത്തിൽ ഈ പ്രക്ഷേപണത്തിൽ കൂടി ഞങ്ങൾ ഷെയർ ചെയ്യുക. പലരും വിചാരിക്കുക ദൈവത്തിൻ്റെ ദാസൻ പറയുന്നതിൽ എന്തെങ്കിലും ആധികാരികതയുണ്ടോ, തെറ്റുണ്ടോ, ശരിയുണ്ടോ എന്ന് പറയുമ്പോൾ നാം തുടക്കത്തിലേക്ക് കടക്കാം. ഈ ബൈബിളും സയൻസുമായിട്ടുള്ള ബന്ധം, ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ കണ്ടുപിടിച്ചതിൻ്റെ പിൻപിൽ ആരൊക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന സ്വാഭാവികമായിട്ട് ഒന്നാമത്തെ തലത്തിലേക്ക് കടക്കാം. ഇന്ന് ലോകം മൊത്തവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായി എണ്ണവില, ക്രൂഡ് ഓയിൽ. നമ്മൾ ഈ സമയത്ത് കാണുന്നല്ലോ, പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില സെഞ്ചുറി കഴിഞ്ഞു, 100-ൽ പരം കാര്യങ്ങളിലേക്ക് അപ്പുറത്ത് കടന്നു കഴിഞ്ഞു. ഈ പല സംസ്ഥാനങ്ങളിലും വിലക്കയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ കടലിൻ്റെ അടിയിൽ കിട്ടുന്ന ക്രൂഡ് ഓയിൽ ഫിൽട്രേറ്റ് ചെയ്യുന്നത്, ആ പ്ലെയിൻ അടിക്കുന്ന എണ്ണ കിട്ടുന്നുണ്ട്, നമ്മുടെ വണ്ടിക്കടിക്കുന്ന പെട്രോൾ കിട്ടുന്നുണ്ട്, പ്രീമിയം പെട്രോൾ കിട്ടുന്നുണ്ട്, അത് കഴിഞ്ഞ് ഡീസൽ കിട്ടുന്നുണ്ട്, സൂപ്പർ മൈലേജ് ഡീസൽ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ഇത് ക്രൂഡ് ഓയിൽ ഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മണ്ണെണ്ണ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഫോമായി ടാർ വരെ കിട്ടുന്നുണ്ട് എണ്ണയ്ക്കകത്ത് നിന്ന്. ഇത് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ടോ? കടലിനടിയിൽ എണ്ണയുടെ നിക്ഷേപമുണ്ട്. പലരും ഇത് ശ്രദ്ധിക്കത്തില്ല. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, കടലിനകത്ത് എണ്ണയുടെ നിക്ഷേപമുണ്ടോ? ഈ എണ്ണ എവിടെ നിന്ന് വന്നു? ഇംഗ്ലീഷുകാർ റോമാ സാമ്രാജ്യമടക്കം ബ്രിട്ടൻ്റെ കോളനി വാഴ്ചയിൽ ഇസ്രയേലും പലസ്തീനുമെല്ലാം അവരുടെ കീഴിലായിരിക്കുമ്പോൾ, അറേബ്യൻ രാജ്യങ്ങൾ അവരുടെ കീഴിലായിരിക്കുമ്പോൾ, പലസ്തീൻ അവരുടെ കീഴിലായിരിക്കുമ്പോൾ കടലിനകത്ത് എണ്ണച്ചാലുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞന്മാർ കടലിൻ്റെ അടിയിൽ നിന്ന് പരിവേഷണം നടത്തി എണ്ണ കണ്ടമാനം സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് പല പെട്രോളിയം കമ്പനിക്കും പേര് വന്നത് ബ്രിട്ടീഷ് പെട്രോളിയം, BP, അതുപോലെ സൗദിയിൽ അരംകോ എന്ന് പറയുന്ന കമ്പനി, അറബ് അമേരിക്കൻ കമ്പനി ഓയിൽ വിപണനം നടത്തുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ടോ? ഇന്ന് 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭക്തനായ ഹല്ലേലൂയ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവം ആദമിനെ മെടഞ്ഞു. വർഷങ്ങളുടെ പിൻപിൽ വരുമ്പോൾ അബ്രഹാമിനെ സ്വർഗത്തിലെ ദൈവം ഇറാഖിലേക്ക്, കനാനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിലെ സേനകൾ സമുദ്രത്തിനടിയിലെ കീൽക്കുഴിയിൽ വീണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഈ സമുദ്രത്തിനടുത്തിൽ കീൽക്കുഴി ഉണ്ടോ? അതിൻ്റെ പേരാ ക്രൂഡ് ഓയിൽ. വായിക്കാം ദൈവത്തിൻ്റെ ദാസനെ, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ബൈബിളും സയൻസുമായിട്ടുള്ള ബന്ധം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കണം. ഈ പ്രക്ഷേപണം ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങൾ കേൾക്കണം.
ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിലെ 10-ാമത്തെ വാക്യം, സമുദ്രത്തിന്റെ അടിയിൽ എണ്ണയുണ്ട്, കീൽക്കുഴികളുണ്ട്. വായിക്കാം മക്കളെ, ഉൽപ്പത്തി 14-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവചനം. സിദ്ദീം താഴ്വരയിൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. അടുത്തത്, സോദോം രാജാവും ഗൊമേര രാജാവും ഓടിപ്പോയി അവിടെ വീണു. കണ്ടോ, ഒരു യുദ്ധത്തിനകത്ത് മതി ദൈവമക്കളെ, സിദ്ദീം താഴ്വരയിനകത്ത് കീൽക്കുഴികൾ ഉണ്ടായിരുന്നു. ഇത് സാധാരണ കുഴികളല്ല. സമുദ്രത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ അടിയിൽ, സമുദ്രത്തിന്റെ അടിയിൽ കീൽക്കുഴികൾ ഉണ്ടായിരുന്നു. ആ കീല പിന്നത്തതിൽ ബ്രിട്ടനും അമേരിക്കയും സംസ്കരിച്ച് ക്രൂഡ് ഓയിലായിട്ട് വിപണിയിലേക്ക് എയർ ഫ്യൂവലായിട്ടും ഇന്ധനവുമായിട്ട് വന്നത്. ഇന്ന് പകൽ ബൈബിളിന്റെ തനിമ എത്ര വലുതാ വചനം മനസ്സിലാക്കുന്ന ദൈവമക്കളെ. ക്രൂഡ് ഓയിൽ എവിടെ വന്നു? സമുദ്രത്തിന്റെ അടിയിൽ ക്രൂഡ് ഓയിൽ ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അന്ന് ഒരു യുദ്ധത്തിന്റെ സമയത്ത് സോദോം രാജാവും ഗോമോര രാജാവുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് ഓടുമ്പോൾ സിദ്ദീമിന്റെ കുഴിക്കകത്ത് കീൽക്കുഴികളിൽ അവർ വീണെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്തുണ്ട് മക്കള്. ഇതാ ബൈബിളും സയൻസുമായിട്ടുള്ള ബന്ധം, ബൈബിളും ശാസ്ത്രവുമായിട്ടുള്ള ബന്ധം ക്രൂഡ് ഓയിൽ സമുദ്രത്തിനകത്തുണ്ടെന്ന് ഒരു ഗ്രന്ഥത്തിൽ പോലും എഴുതിയിട്ടില്ല. ഇന്ന് ശാസ്ത്രം പറയുന്നു ബൈബിളിന് എന്ത് പ്രാധാന്യം, ഇവിടുത്തെ നിരീശ്വരവാദികൾ പറയുന്നു ബൈബിളിന് എന്ത് പ്രാധാന്യം. ഇത് ബൈബിൾ ഒരു മതഗ്രന്ഥം മാത്രമല്ല, ഉലകത്തെ മുഴുവൻ കണ്ടുപിടുത്തങ്ങളുടെ പിടിമ്പിൽ ചലിപ്പിക്കുവാൻ കരുത്തുറ്റൊരു വചനമാ നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഇന്ന് ഇത് വായിക്കുവാൻ കൃപ തന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സാധാരണ ഒരു ഗ്രന്ഥത്തെ അല്ല നിങ്ങൾ വായിക്കുന്നത്. ഇന്നേക്ക് ശതവർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി തുടങ്ങി നോഹ പട്ടുപോയപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു. മാനത്തിനും മഹത്വത്തിനും യോഗ്യനായ അബ്രഹാമിനെ വാഗ്ദത്ത കനാനിൽ കൊണ്ടുവരുമ്പോൾ യുദ്ധത്തിന്റെ മുഖത്ത് സോദോമിന്റെ ഗോമോരയുടെ രാജാവ് യുദ്ധത്തിന്റെ പരിധിയിൽ നിന്ന് ഓടുമ്പോൾ കീൽക്കുഴികൾ വീണെങ്കിൽ അത് ഭാവിയിൽ ഇംഗ്ലീഷുകാർ കീൽക്കുഴിയിൽ നിന്ന് കീൽ എന്ന് പറയുന്ന ക്രൂഡ് ഓയിലിനെ കണ്ടെടുത്തുകൊണ്ട് പെട്രോളും ഡീസലും എയർ ഫ്യൂവലും ആക്കിയെങ്കിൽ ബൈബിളും ശാസ്ത്രവുമായിട്ട് എന്തു ബന്ധമുണ്ട്? ഇതെല്ലാം കണ്ടുപിടിച്ചത് ബൈബിളിൽ നിന്ന്, കീൽക്കുഴികളിൽ നിന്ന്. മേലാൽ സംഭവിപ്പാനുള്ളത് എത്ര പേർക്ക് സാധാരണ കാര്യം മനസ്സിലാകുന്നു? വഴിയെ പോകുന്ന ഒരു ചെറുപ്പക്കാരനെ ഉപദേശിക്കോ? വെറുതെ പ്രസംഗിക്കുന്ന ചിലർ പറയാറുണ്ട് വയറ്റിപ്പിഴപ്പിന് ഉപദേശം പ്രസംഗിക്കുന്നതെന്ന്. മക്കളെ, അതൊന്നുമല്ല. ഞങ്ങൾ ഉയർത്തുന്ന ബൈബിളിനകത്ത് ലോകത്തെ മുഴുവൻ കാര്യങ്ങളുമുണ്ട്. എല്ലാം പറഞ്ഞാൽ ഒരു 5-8 ദിവസം ഒക്കെ ഈ കണ്ടുപിടുത്തങ്ങളെ പറ്റി പറയുക. പക്ഷേ ഇത് റൺ ചെയ്യുന്നത് ഇന്ന് അത്യാവശ്യമായി ദൈവജനം മനസ്സിലാക്കണം. ബൈബിള് പലരും വേണ്ട, ചർച്ചിൽ പോകണ്ട, ഇതൊരു പഴഞ്ചൻ ഗ്രന്ഥമാണ്, ഇങ്ങനൊക്കെ പറയുന്നവരുടെ നടുവിൽ ഒരു ഉദ്ബോധത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു കാഴ്ചപ്പാടില്ല ഈ വചനം ഞാൻ പ്രസംഗിക്കുന്നത്. നീ കണ്ടത് ഇപ്പോഴുള്ളത് മേലാൽ സംഭവിക്കാനുള്ളത്. ഒന്നാമത്തെ സംഭവമായി നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഭൂമിയുടെ അടിയിൽ, സമുദ്രത്തിൻ്റെ അടിയിൽ കീൽക്കുഴികളുണ്ട്. രണ്ടാമത്തെ സംഭവമായി, ഭൂമിയിൽ ആഹാരം വിളയുന്നു. ഭൂമിക്ക് 3 തട്ടാ ഉള്ളത്. ക്രിസ്റ്റ് മാൻഡേറ്റ് കോർ. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ അടിയിൽ കത്തി ജ്വലിക്കുന്ന ലാവയുണ്ടെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ അടിഭാഗം ആരെങ്കിലും തുറന്നിട്ടുണ്ടോ? 2000-ന് ശേഷം റഷ്യയിൽ ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, എസോക്കോലോ അതാ പറയാം. അദ്ദേഹം ഭൂമിയുടെ അടിയൊന്ന് കുഴിച്ചു. ഭൂമിയുടെ അടി കുഴിച്ചപ്പോൾ കണ്ടത് 4000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഭൂമിയുടെ അടിഭാഗം കത്തുന്നു. വല്ലവർക്കും അറിയുന്നോ ഇങ്ങനെ ഒരു സംഭവം ബൈബിളിനകത്തുണ്ടെന്ന്? ഭൂമിക്കടിയിൽ കത്തുന്നുണ്ടെന്നോ, ഇരുമ്പും നിക്കലും ഉണ്ടെന്നോ, ലാവയുണ്ടെന്നോ, അത് പിന്നെ ഒരു സുപ്രഭാതത്തിൽ അഗ്നിപർവ്വത വിസ്ഫോടനമായിട്ട് വരുമെന്ന് വല്ലരും കണ്ടിട്ടുണ്ടോ? ഭൂമിക്കടിയിൽ ചൂടുണ്ടോ? റഷ്യൻ ശാസ്ത്രജ്ഞനായ വിക്ടർ എസോക്കോലോവ് കുഴിച്ചു നോക്കിയപ്പോൾ 4000 ഡിഗ്രി സെൻറ്റിഗ്രേഡിനകത്ത് ഭൂമിക്കകത്ത് ലാവ കിടക്കുന്നു. അഥവാ കത്തി ജ്വലിക്കുന്ന ഭൂമിയാ താഴെ 3 തട്ടുകളായി 80 കിലോമീറ്റർ ക്രിസ്റ്റ്. അത് കഴിഞ്ഞ് വീണ്ടും മാൻഡിടുന്ന 2000 കിലോമീറ്റർ. 2000 കിലോമീറ്ററിന് താഴെ ടെക്ടോണിക് പ്ലേറ്റിന് അടിയിൽ ഇരുമ്പ് നിക്കലും ഭൂമിയുടെ അടിഭാഗം കത്തുന്നുവെന്ന് സ്വർഗത്തിലെ ദൈവം ആർക്ക് വെളിപ്പെടുത്തി? പറയാം, മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന ഭക്തനായ ഒരു മനുഷ്യൻ. അദ്ദേഹം സയൻസ് എടുത്തില്ല, ഊർജ്ജതന്ത്രം എടുത്തില്ല, ഫിസിക്സ് എടുത്തില്ല, കെമിസ്ട്രി എടുത്തില്ല. ഭക്തനായ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി, 100 കണ്ടുപിടുത്തങ്ങളെപ്പറ്റി സ്വർഗത്തിലെ ദൈവം അരുളപ്പാട് കൊടുത്തത് ഭക്തനായ ഇയ്യോബിന് വേണ്ടി. ഇയ്യോബ് എഴുതി വെച്ച
വെച്ചിട്ടുണ്ടോ? ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ കത്ത്, ഭൂമിയുടെ അധോഭാഗത്ത് ലാവയുണ്ടാകും, ഭൂമിയുടെ അധോഭാഗത്ത് നിന്ന് അഗ്നിപർവ്വതം പൊട്ടുമെന്ന് എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഭൂമിയുടെ പുറത്ത് നമ്മൾ കപ്പ വെക്കുന്നു, കാച്ചിൽ വെക്കുന്നു, മരച്ചീനി വെക്കുന്നു, റബ്ബർ വെക്കുന്നു. പക്ഷേ ഈ അധോപാതകത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് ഇവിടുത്തെ ഒരു മതങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇവിടുത്തെ ഒരു ഇസങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഒരു ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്നതുപോലെ തിളച്ചു മറിയുന്നു. വായിക്കാൻ ദൈവദാസന് ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം 5-ാമത്തെ വാക്യം. സയൻസും ബൈബിളുമായിട്ടുള്ള ബന്ധം ഈ പകൽക്കാല ശ്രദ്ധയോടെ ദൈവജനം കേൾക്കണം. ഇയ്യോബിന്റെ പുസ്തകം 28-5 ഭൂമിയുടെ അധോഭാഗം എന്തുകൊണ്ട് തിളച്ചു മറിയുന്നു? വായിക്കാം മക്കളെ, ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു. കേട്ടോ, ഇതെല്ലാം ബൈബിൾ മനസ്സിലാക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാക്കുന്നു, റബ്ബർ വെക്കുന്നു, മരച്ചീനി വെക്കുന്നു, കാച്ചിൽ വെക്കുന്നു, കപ്പ വെക്കുന്നു, വാഴക്കുല വെക്കുന്നു. ഇതെല്ലാം ഭൂമിയിൽ നിന്നുണ്ടാകുന്നു. അതേ മലയാളിക്ക് അറിയാവൂ, അതേ ബൈബിൾ വായിക്കുന്നവൻ അറിയാവൂ. അതിന്റെ അടുത്ത വാക്യം ആരും വായിക്കത്തില്ല. അതിന്റെ അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട് ഭൂമിയുടെ. വായിച്ചിട്ട് കുഞ്ഞെ അടുത്ത വാക്യം. അതിന്റെ അധോഭാഗം, ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു. കണ്ടോ? അതിന്റെ അർത്ഥം ആ ഭൂമിയുടെ അടിയിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ഇരുമ്പും നിക്കല്. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു. സജു ചാത്തന്നൂരല്ല ഇത് പറയുന്നത്. ഇന്ന് സയൻസ് പഠിപ്പിക്കുന്ന ശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കണം, ഭൂമിക്കടിയിൽ ചൂടുണ്ടോ? ഭൂമിക്കടിയിൽ ലാഭയുണ്ടോ? ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നുണ്ടോ? മക്കളെ, അതുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നത്, സയൻസ് ഒന്ന് വായിക്കണം, ഇന്റർനെറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. റഷ്യയുടെ ശാസ്ത്രജ്ഞൻ ഭൂമിക്കടിയിൽ കടലിൽ കൂടി ഒരു പരിവേഷണം ആരംഭിച്ചപ്പോൾ വിക്ടർ അശോകലോ ഇറക്കി ഒരു മാപിനിക്കകത്ത് ഭൂമിയുടെ അടിയിൽ നിന്ന് വന്ന ചൂട് 4000 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ എഴുതിയിരിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന തിരുവെഴുത്തിനകത്ത് ഏകദേശം 1600 വർഷം 40-ൽ പരം എഴുത്തുകാർ സയൻസോ ബൈബിളോ അറിയാതിരുന്ന കാലത്ത് ഭക്തനായ ഇയ്യോബിന് വേണ്ടി സ്വർഗം പറഞ്ഞു കൊടുത്തു. ഭൂമിക്കടിയിൽ ഹല്ലേലൂയ അധോഭാഗം ഇരുമ്പും നിക്കലും കൊണ്ട് തിളച്ചു മറിയുന്നെങ്കിൽ ബൈബിളും സയൻസ്